നമസ്തേ, ഞാനിവിടെ ഇരിഞ്ഞാലക്കുട ഒരു മൊബൈൽ കടയിലാണ്. സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ മൊബൈലിൽ നെറ്റ് അധികം ചാർജ് ഇടയ്ക്കിട്ട് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ള കംപ്ലൈൻറ്റുകൾ നിറയെ കുട്ടികൾക്ക് വരുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് അദ്ദേഹം നമ്മളോട് പറയും. അത് പേര് പറഞ്ഞു ആദ്യം. അമൽ എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര് കേട്ടോ. അതൊന്ന് ആൾ കാണിക്കണമെന്ന് കണ്ടോളൂ. എന്താണ് ഇതിന് വരാൻ പോണെന്ന് ഉള്ളത്? ഫോൺ രാത്രി കുത്തിയിരിക്കാണ്ടിരിക്കുക. നമുക്ക് എന്ത് വന്നാലും ഫോൺ രാത്രി കുത്തിയിരിക്കരുത്. നമ്മ ഫോൺ ചാർജ് ആവാനായിട്ട് ഫുൾ ചാർജ് ആവാൻ 4 മണിക്കൂർ മതി ഫുൾ ചാർജ് ആവാൻ. നമുക്കെല്ലാം മിനിമം 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ നമുക്ക് കിടക്കും. 4 മണിക്കൂർ ഫുൾ ചാർജ് ആയിട്ട് ഈ സാധനം പവർ കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചെയ്യും 100% ഉണ്ടല്ലോ, കുഴപ്പമില്ലോ എന്ന് ചെയ്യും. പക്ഷേ 100% 1 മണിക്കൂർ 2 മണിക്കൂർ ആയിട്ടുണ്ട്. എന്നിട്ട് ഈ പവർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അത് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റും. ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് രാത്രി കുത്തി വയ്ക്കാണ്ടിരിക്കുക അല്ലേ? രാത്രി കുത്തി വയ്ക്കാണ്ടിരിക്കുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഡെയിലി 2 പ്രാവശ്യം കുത്തി വയ്ക്കാൻ പാടില്ലെന്നാണ് കമ്പനിക്കാർ പറഞ്ഞത്. അതിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. കാലത്ത് ഫുൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചാർജ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് 5-6 പ്രാവശ്യം കുത്തുന്ന പരിപാടി ബാറ്ററി കംപ്ലൈൻ്റ് ആക്കും. മെയിനായിട്ടുള്ളൂ. പിന്നെ നല്ല ചാർജ് ചാർജ് യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഇതിൽ നമ്മളെ രാത്രി കിടക്കുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് കിടക്കാൻ പറയാറില്ലേ കുട്ടികൾ? അത് ഓഫ് ചെയ്യുക. പിന്നെ മെയിനായിട്ടും ചാർജിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. നെറ്റ് ഓഫ് ചെയ്യുക. പിന്നെ ഇത് ക്ലോസ് ചെയ്യുക. ഒരേ നമ്മളന്ന് യൂസ് ചെയ്ത് നോക്കാൻ അതിൽ ക്ലോസ് കഴിഞ്ഞാൽ ഫോൺ ഹാങ് ആവാണ്ടിരിക്കാനും പിന്നെ ഈ സാധനം ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം കളയുന്നതാണ്. അല്ലാതെ വേറെ അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.